ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജയശ്രീ തിങ്സ്. അപ്പോൾ ഗായ്സ്, ഞാൻ കുറേ ആയി ഒരു വീഡിയോ ചെയ്തിട്ട്, ലോങ് വീഡിയോ കുറച്ച്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും വലിയ ആക്റ്റീവ് അല്ലായിരുന്നു. ആക്റ്റീവ് അല്ലാന്ന് ഉദ്ദേശിക്കുന്ന ഞാൻ വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യലില്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ മെയിൻ കാരണം മടി വേറൊന്നുമില്ല. വിചാരിച്ചു നോക്കി നമുക്കൊരു Q&A ഇടാലോ എന്ന്. അപ്പൊ ഞങ്ങൾ നോക്കി Q&A ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ ഫസ്റ്റ് ടൈം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ സമയത്ത് എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നില്ല. ഒരു 300-400 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു എന്റെ Q&A, ലോങ് വീഡിയോ കേട്ടോ. ഞാൻ ആ സമയത്ത് ആ വീഡിയോ ഇട്ട സമയത്ത് കുഴപ്പമില്ലാണ്ട് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 1700 സംതിങ് ആയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അത് കുറച്ച് വലിയ സംഗതി തന്നെയാണ്. സോ അപ്പോ അവിടുന്ന് ഈ ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സിന് കുറെ പേർക്കൊന്നും ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ എന്താ ചെയ്യണേ, ഞാൻ എന്താണ്, ആരാണ് എന്നൊന്നും കുറെ പേർക്ക് അറിയില്ല. ഇങ്ങനെ ഡെയിലി ഓരോ വീഡിയോസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് എന്താ ആരാന്ന് അറിയാത്ത എല്ലാവരും കാണുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ അവരുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലായിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അത്യാവശ്യം കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാൻ Q&A ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് നിങ്ങൾക്ക് അതിന്റെ ആൻസർ പറഞ്ഞു തരും. അധികം ബോറടിപ്പിക്കാണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കാം. എന്തായാലും വീഡിയോ ലാസ്റ്റ് വരെ കാണണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, എല്ലാം ചെയ്യാം. അപ്പോൾ എന്നെ നമുക്കധികം നേരെ ലാഗാക്കാതെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമുക്ക് എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഞാൻ എന്തിനാണ് പഠിക്കണേന്നാണ്. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ പഠിക്കുന്നത് MSc സൈക്കോളജി ആണ്, PG. അപ്പോൾ കോഴിക്കോടാണ് പഠിക്കുന്നത്. സെന്റ് സേവിയേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എരഞ്ഞിപ്പാലാണ്. ഇപ്പോൾ ഈ വർഷം ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 2 വർഷം PG, അപ്പോൾ MSc സൈക്കോളജി സ്റ്റുഡൻറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചോദിച്ച ചോദ്യം എൻ്റെ ബർത്ത്ഡേ എന്നാണെന്നാണ്. February 23, 2004. ഓക്കെ, സെയിം ബർത്ത്ഡേ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് വാട്ട്സ് യുവർ ഡ്രീം എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഈ ഒരു ഡ്രീം ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാട്ടോ, എല്ലാവരുടെ കേസിലും അങ്ങനെ ആവില്ല. എനിക്കിങ്ങനെ തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ഇന്നത് ചെയ്യണം, ഇന്നതാവണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല. സീരിയസ്, ഞാൻ അങ്ങനെ വന്ന് പറഞ്ഞ ഒന്നും നടന്നിട്ടില്ല. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ നിൽക്കുമ്പോൾ എനിക്കത് പരമേശ്വർ അത് നടക്കില്ല, ഇത് ശരിയാവില്ല, അങ്ങനത്തെ ഒരുപാട് തോട്ട്സ് വരില്ല. ഇങ്ങനെ വരുന്നവരുണ്ടാവും, വരാത്തവരും ഉണ്ടായിരിക്കും. പക്ഷെ എന്റെ കേസിൽ എനിക്ക് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നടക്കില്ല. പിന്നെ ഞാൻ കാര്യം പറയാന്ന് വെച്ചാല്, അത് ഒരു അഡ്വൈസ് ആയിട്ടൊന്നും കാണണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് എടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ സ്ഥാനത്ത് എത്താതെ ഒരാളോട് അതിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുക, ഒരാളോട് അത് ഷെയർ ചെയ്യാതിരിക്കുക. മീൻസ് നമ്മൾ അതിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം അതെല്ലാവരും അറിയുന്നതായിരിക്കും കുറച്ചും കൂടി ബ്യൂട്ടി. അല്ലാതെ അത് ഫസ്റ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ വിജയം ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. നമ്മൾ ഡൗൺ ആയി പോണം, നമ്മൾ നല്ല നിലയിൽ എത്താത്ത അവസ്ഥയിലെ കാണുന്ന വിചാരിക്കണമായിരിക്കും ഭൂരിഭാഗം. എന്നിട്ട് നമ്മൾ നല്ലത് കാണാൻ ആഗ്രഹിക്കാത്തവർ ഇല്ലാന്നല്ല കേട്ടോ, ഓഫ്കോഴ്സ് ഉണ്ടാവും. ബട്ട് ഒരു 50-50 അങ്ങനെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ആ സംഭവം റിവീൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഓക്കെ, അടുത്ത ചോദ്യം വന്നിട്ട്, ഞാൻ ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? കുറച്ച് കാലം മുമ്പ് വരെ ഈ ചോദ്യം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുമായിരുന്നു ഓഫ് കോഴ്സ് ഞാൻ എക്സ്ട്രോവേർട്ട് ആണെന്നുള്ളത്. കാരണം എന്റെ കൂടെ പഠിച്ചിരുന്ന ഫ്രണ്ട്സ് ഇപ്പൊ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും, ഞാനൊരു ഡിഗ്രി വരെ ഞാൻ എക്സ്ട്രോവേർട്ട് തന്നെയായിരുന്നു. പക്ഷെ ആഫ്റ്റർ ഡിഗ്രി ഞാൻ ഇപ്പോൾ ഒരു ആംബിവേർട്ട് ആയിട്ടുണ്ട്. കാരണം ഇൻട്രോവേർട്ടേക്ക് ഞാൻ പോയിട്ടില്ല, അത്ര പോയിട്ടില്ല. ബട്ട് എക്സ്ട്രോവേർട്ട് അല്ല ഇപ്പോൾ. മീൻസ് ആദ്യമൊക്കെയാണ് അങ്ങനെ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചാൽ എനിക്ക് ദൂരാ പറഞ്ഞ് വർത്തമാനം പറഞ്ഞിട്ടിരിക്കും. കാരണം എനിക്ക് ഒരാളായിട്ട് പെട്ടെന്ന് കമ്പനി ആവാൻ യാതൊരു പ്രശ്നമില്ല. എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ജീവചരിത്രം മൊത്തം സംസാരിച്ചിരിക്കാൻ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വേഗം കമ്പനിയുടെ ടൈപ്പാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ലടാ, എന്താണോ? അപ്പൊ ഇപ്പൊ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആംബിവേർട്ടാണ്. ഓക്കെ, ചേച്ചിക്ക് ദേഷ്യം വരുമ്പോ എന്താണ് ചെയ്യല്? ഞാൻ പല കാര്യങ്ങൾ ചെയ്യും. എനിക്ക് ദേഷ്യം വന്നാൽ ചില സമയത്ത് ഞാൻ ഇരുന്ന് കരയും, ചില സമയത്ത് ഞാൻ കിടന്ന് ഉറങ്ങലുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ചെയ്യല്, എന്തെങ്കിലും ഫുഡ് കിട്ടിയ മാക്സിമം അതിരുന്ന് തിരിക്കും. അതാകുമ്പോ ആ ദേഷ്യം കുറച്ച് അതിൽ പൊക്കോളും.
അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഞാൻ ദേഷ്യം വന്ന ഒപ്പിരുന്ന് കരയില്ല. ഇപ്പൊ കരച്ചിൽ കുറച്ച് കുറഞ്ഞു ദേഷ്യപ്പെടുമ്പോ, മീൻസ് ദേഷ്യം വരുന്ന സമയത്ത്. പക്ഷെ മോസ്റ്റ്ലി ഒന്നും കുറങ്ങും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കും. ഫുഡ് കഴിക്കാൻ മീൻസ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കാന്നല്ല, എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം അത് കഴിക്കും. അപ്പൊ നമുക്കൊരു സമാധാനം കിട്ടും. നമ്മൾ എന്തിനാണ് ദേഷ്യപ്പെട്ടത് എന്നുള്ള കാര്യം മറന്നു. നിങ്ങൾക്കൊക്കെ ദേഷ്യം വന്നാൽ എന്താ ചെയ്യാന്നൊന്ന് പറയണേ, നോക്കാലോ ഒരേപോലത്തെ ആൻസേഴ്സ് വരുമോ എന്നുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ലോങ് ഹെയർ ചേച്ചിക്ക് വെട്ടിയതിന് ശേഷം മിസ് ചെയ്യാറുണ്ടോ? ഓഫ് കോഴ്സ്. ഈ വീഡിയോ എടുക്കുമ്പോ പോലും എനിക്കിങ്ങനെ ഫോണിൽ നോക്കി സംസാരിക്കല്ലേ, അവരെ നമുക്ക് വിശരാ ഇത്രയേ ഉള്ളൂ, ബാക്കിയൊക്കെ എവിടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണോ. ഓക്കെ, മിസ് ചെയ്യലുണ്ട്, എന്തായാലും മിസ് ചെയ്യും. കാരണം എനിക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിട്ട് ഷോർട്ട് ആക്കണം എന്ന് പോയിട്ട് വെട്ടിയ ഒരാളല്ല ഞാൻ. അത് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഞാൻ അതിന്റെ ആൻസർ ചോദിക്കും, മീൻസ് പറയുമ്പോ ഞാൻ പറഞ്ഞു തരാം. അപ്പോ ഓഫ്കോഴ്സ് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഒരു റീസൺ ഉള്ളതുകൊണ്ടാണ് ഞാനിത് വെട്ടിയത്. അതെന്താണ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇൻസ്റ്റ ഓർ യൂട്യൂബ്, അതൊരു കുഴപ്പിക്കണ ചോദ്യമാണ്. മീൻസ് ഞാൻ യൂട്യൂബ് നല്ലോണം കാണുന്ന ഒരാളാണ്, ഇൻസ്റ്റാഗ്രാമും നല്ലോണം കാണുന്നതാണ്. യൂട്യൂബിൽ അറിയുമ്പോൾ ഞാൻ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുറെ ഇൻഫ്ലുവൻസേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒക്കെ ചാനൽ ഉണ്ടാവും. അപ്പൊ ഇവര് കുറെ പേരുടെയൊക്കെ ഞാൻ വീഡിയോസ് വരെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഒരു വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ ഞാൻ അവരിട്ട മുമ്പത്തെ വീഡിയോസ് വരെ ഞാൻ ഇടയ്ക്കിരുന്ന് കാണലുണ്ട്. അപ്പൊ യൂട്യൂബിൽ ഞാൻ അധിക സമയം ചെലവഴിക്കലുണ്ട്, ഇൻസ്റ്റയിൽ അധികം സമയം ചെലവഴിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ ആക്റ്റീവ് കുറഞ്ഞിരിക്കുന്നത് വാട്സപ്പിലാണ്. പണ്ട് ഞാൻ വാട്സപ്പിൽ നിന്ന് ഇറങ്ങലില്ലേ, ഇപ്പൊ എനിക്ക് വാട്സപ്പ് നോക്കാനേ ഇഷ്ടമല്ലാണ്ടായി. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പൊ ഇൻസ്റ്റ ഓർ യൂട്യൂബ് എന്നുള്ളതിൽ ഞാൻ ഒന്നിൽ മാത്രം അധികം ഫോക്കസ് ചെയ്യില്ല, ഞാൻ രണ്ടും നല്ല രീതിക്ക് ഉപയോഗിക്കും. ഓക്കെ, അടുത്തത്, ബെസ്റ്റ് കോംപ്ലിമെന്റ് യു ഹാവ്. ബെസ്റ്റ് കോംപ്ലിമെന്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് എന്റെ പുതിയ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സിന് അറിയാത്തൊരു കാര്യം ഉണ്ടായിരിക്കും, ഞാൻ ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. ഓക്കെ, അപ്പോ ഞാനിങ്ങനെ ഡാൻസിന്റെ ഒക്കെ ഓരോ വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് ഇങ്ങോട്ട് കുറെ പേര് മെസ്സേജ്, മീൻസ് ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവില്ലേ, ഇതുവരെ ഡാൻസ് പഠിച്ചിട്ടില്ല, അതേപോലെ ഡാൻസ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ, ഡാൻസ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവര്, അവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കും, പറഞ്ഞു തരാൻ പറയും. അതേപോലെ ഞാൻ ചെയ്യുന്നത് അത്രയും ഇഷ്ടപ്പെട്ടു, അങ്ങനെ മീൻസ് ഓരോ വീഡിയോസ് അയച്ചിട്ട് ബെസ്റ്റ് ഇഷ്ടപ്പെട്ട ഡാൻസർ ആരാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു റീൽസ് ഒക്കെ അയച്ചാൽ, അപ്പൊ പിന്നെ ഡാൻസിനെ പറ്റിയിട്ട് എനിക്ക് നല്ല രീതിക്ക് കോംപ്ലിമെന്റ്സ് കിട്ടലുണ്ട്. എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും ആയാൽ പോലും, അല്ലെങ്കിൽ എനിക്ക് അറിയാത്തവര് വരെ, മീൻസ് എന്റെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ആ റീല് ഷെയർ ചെയ്ത് മെസ്സേജ് അയക്കുന്ന കുറച്ച് പേരും കിട്ടും. അപ്പോൾ ഡാൻസിന്റെ കാര്യത്തിൽ എനിക്ക് അത്യാവശ്യം നല്ല കോംപ്ലിമെന്റ്സ് കിട്ടലുണ്ട്. കേൾക്കുമ്പോൾ സുഖമാണ്. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കണമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഇങ്ങനെ പറയാ, അല്ലാണ്ട് അതിന്റെ ഇടയിൽ എന്തൊക്കെയോ ചെയ്യുക, എന്തൊക്കെയോ പറയേണ്ടതെന്നൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ക്വസ്റ്റ്യൻസ് വായിക്കുക, റിപ്ലൈ തരിക, ആ ഒരു ഇത് എനിക്ക് അറിയുള്ളൂ. ഇങ്ങനെ ഓവറായിട്ടൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. ഷോർട്സ് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കണു, വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്നുള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് യൂട്യൂബിൽ ഇനി അറിയാൻ കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് അറിയാത്ത ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഓരോരുത്തരോട് ചോദിച്ച് മനസ്സിലാക്കി വരുന്നുള്ളൂ. അതേപോലെ ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് ആണ് കാണാൻ അവർക്ക് ഇഷ്ടം, നിങ്ങൾ ഏതാണ് എന്റെ വീഡിയോസ് കൂടുതൽ എഫക്ട് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ലാഗൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ്സിൽ പറയണം കേട്ടോ. കാരണം നിങ്ങൾ പറഞ്ഞാൽ അടുത്ത വീഡിയോസിൽ എനിക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട, എനിക്ക് എന്ത് ഫീൽ ആവുന്നൊന്നും വിചാരിക്കരുത്. എന്ത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം, ഞാനത് അടുത്ത വീഡിയോസിൽ ബെറ്റർ ആക്കും. ഓക്കെ, ചോദ്യം വന്നിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇതേ ചോദ്യമാണ്. ഒരു 20 സംതിങ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അതിന്റെ 10 ചോദ്യം ഈ സെയിം ക്വസ്റ്റ്യനാണ്. എന്തായിരിക്കും? ഇനി ഗസ്. ചേച്ചി കമ്മിറ്റഡ് ആണോ? ആണോ? സ്കിപ്പ്. കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണോ എന്നൊക്കെ പറഞ്ഞു തരും ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പൊ നമ്മൾ ആ ചോദ്യം സ്കിപ്പ് ചെയ്യാം. ചിലപ്പോ ഈ ഒരു സംഭവം കേൾക്കാൻ വേണ്ടി മാത്രം വീഡിയോ കാണുന്ന കൊച്ചാക്കാരുണ്ടായിരിക്കും. സോറി ഗൈസ്, അതൊക്കെ അതിന്റെ സമയമാകുമ്പോൾ നമ്മളാണ് പറയും. അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്, ചേച്ചിക്ക് മോഡേൺ ആണോ വെസ്റ്റേൺ ആണോ ഇടാൻ കൂടുതൽ ഇഷ്ടം? ആക്ച്വലി എനിക്ക് രണ്ടും ഇഷ്ടം. എനിക്ക് ചില ഓരോ ടൈമിൽ വെസ്റ്റേൺ ഇടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചില സമയത്ത് എനിക്ക് മോഡേൺ ഇടാൻ രണ്ടൊന്നാണല്ലോ അല്ലേ. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്, താൻ ചിന്തിച്ചിട്ടുണ്ടോ? ട്രഡീഷണൽ ഓർ വെസ്റ്റേൺ ആണ് ഉദ്ദേശിച്ചത്. പറഞ്ഞു വന്നപ്പോ അങ്ങനെ ആയിട്ടോ. സോറി.
അപ്പോൾ എനിക്കിത് രണ്ടും ഇഷ്ടം. ഓരോ സമയത്ത് എനിക്ക് ഓരോന്ന് ഇടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒന്നിൽ മാത്രം ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് എനിക്ക് കുറച്ച് ട്രഡീഷണലിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട്. അതെന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പൊ ഇങ്ങനെ മറ്റേ കുറച്ച് കുർത്ത അല്ലെങ്കിൽ അനാർക്കലി മോഡൽ ഡ്രസ്സ്, ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഓരോന്നുമില്ല. ഞാൻ അവിടെ കൊടുക്കട്ടോ ഫോട്ടോ. അപ്പോൾ അത് ഇപ്പൊ ഇതേപോലത്തെ ഈ 2 ടൈപ്പ് ഡ്രസ്സുകൾ ഇടാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്താണെന്നറിയില്ല, ഓരോ ടൈമിന് കുറച്ച് ഇതാവ് മാറും, വേറെ എന്തെങ്കിലുമൊക്കെ ആവും. അതൊക്കെ ഓരോരോ ടൈമിനനുസരിച്ച്. എന്താണ് ചേച്ചീൻ്റെ ലവ് ലാംഗ്വേജ്? ഒന്നും ആലോചിക്കാനില്ല, കടിക്കും. എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ പോയി കടിക്കും, ഞാൻ അടിക്കും. എനിക്ക് എന്തൊക്കെ ഓരോ കാട്ടും അതൊക്കെ ഞാൻ ചെയ്യും. അതൊക്കെ നല്ല രീതിക്ക് എൻ്റെ പൊപ്പമുള്ള ഒരു ഫുള്ളൊന്നും ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ടൊരു സ്നേഹം വന്നു കഴിഞ്ഞാൽ ഞാൻ ഓരോ പേര് കടിക്കും. അല്ലാതെ ഞാൻ വെറുതെ ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് റീസണോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഒന്നും കടിക്കും അല്ലെങ്കിൽ കടിക്കും. അതൊക്കെ അത് കൊള്ളുക, അത്രയ്ക്ക് പറയാനുള്ളൂ. ഇപ്പൊ നല്ല രീതിക്ക് ഞാൻ കടിച്ചാലൊരു പ്രശ്നം ഉണ്ടാവും. എന്റെ കടി കുറച്ച് സീനുണ്ടോ, ഞാൻ ഉള്ള കാര്യം പറയണത്. ഞാൻ കടിച്ചു കഴിഞ്ഞാല് അങ്ങനെ ഫസ്റ്റ് ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഒരു കൈയാതിന് എല്ലാവരും കടിച്ചാലുണ്ടാവുമല്ലോ നമുക്ക്. പക്ഷെ ഇതുണ്ടല്ലോ, കടിച്ചു കഴിഞ്ഞാൽ അവിടെ കുറച്ച് കഴിഞ്ഞാൽ മഞ്ഞ കളറാവും. മഞ്ഞ കളറായി പിറ്റേ ദിവസം ചിലപ്പോൾ നീലയും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആവും. അങ്ങനെയൊക്കെ ഉണ്ടാടാ എന്റെ കടിക്കൊരു പ്രശ്നം. ഇപ്പൊ ഞാൻ വല്ല സൈക്കോണ്. ഞാൻ ചിന്തിച്ചൂടാ. പിന്നെ ലവ് ലാംഗ്വേജ് വന്നിട്ട് ഓക്കെ. അടുത്ത ചോദ്യം വന്നിട്ട് എനിക്ക് എത്ര വയസ്സായി എന്നാണ്. പറയാൻ കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും വയസ്സാണല്ലോ. പണ്ടൊക്കെ ആ ബർത്ത്ഡേസ് ഒക്കെ വരുമ്പോ നല്ല സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. കാരണം ഇങ്ങനെ എരി കൂടി വരല്ലേ. അപ്പൊ അടുത്ത സ്റ്റെപ്പിക്ക് നമ്മളിങ്ങനെ കടക്കണ്ടേ. എനിക്കിപ്പോ 22 ആയി. ഈ കൊല്ലം 22 ആയി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് വന്ന ചോദ്യം, എനി റിലേഷൻഷിപ്പ് അഡ്വൈസ്? ഞാൻ ഓക്കെ, ഇപ്പോൾ നമുക്ക് പലർക്കും പല അഡ്വൈസാവും ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓവർ എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുക, ലോയലായിട്ട് നിൽക്കുക. രണ്ടുപേർക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് മതി. ഞാൻ ഇത്രേ പറയുള്ളൂ. എന്നോട് ഒരു അഡ്വൈസ് വന്ന് ചോദിച്ചാൽ ഞാൻ ഈ 3 കാര്യങ്ങളെ പറയുള്ളൂ. ഓവർ എക്സ്പെക്ടേഷൻസ് ഇല്ലാണ്ടും ലോയലായിട്ടും രണ്ടുപേരും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുക. ഈ 3 കാര്യം കീപ്പ് ചെയ്താൽ തന്നെ ഒരു റിലേഷൻഷിപ്പ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പോകും. നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന കപ്പിൾസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിലോ ഈ 3 നമ്മളൊന്ന് കീപ്പ് ചെയ്ത് നോക്കി, ആ റിലേഷനിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ പ്രശ്നങ്ങളില്ലാത്ത റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല, അത് ഞാൻ ആദ്യം പറയാം. ബട്ട് അതൊക്കെ സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴേ ഒരു രസമുള്ളൂ. അതുകൊണ്ട് ലോയലായിട്ട് നിൽക്കുക, രണ്ടുപേരും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. അതൊക്കെ തന്നെ. ജഡ്ജ് ചെയ്യാതിരിക്കും, ഒരു റെസ്പെക്ട് കൊടുക്കുക രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. രണ്ടുപേരും 2 ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ അവർക്ക് റെസ്പെക്ട് ഉണ്ടാവണം. ഓക്കെ, ഇപ്പോൾ അവനായാലും അവളായാലും പറയുന്ന കാര്യം അങ്ങനെയാണ് ഓക്കെ എന്നാണ് അവരെ പോയിന്റ് ഓഫ് വ്യൂലും കൂടി നിന്ന് ആലോചിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാൽ എല്ലാം സുഖമാണ്. ഇതൊന്നും ഇല്ലാണ്ട് പോകുമ്പോഴാണ് എല്ലാ റിലേഷൻഷിപ്പും കോംപ്ലിക്കേറ്റഡ് ആവുന്നത്, ബ്രേക്കപ്പിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ എൻട്രി വരുന്നത്. ഇതൊക്കെ അവിടെ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. ഉണ്ടായ ഇങ്ങനെ ഒന്നും ഉണ്ടാകാൻ പോണില്ല. അപ്പോൾ ലോയലായിട്ടും നല്ല അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ആയി അധികം എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാണ്ട് നിൽക്കുക. ഇതാണ് എൻ്റെ ഒരു അഡ്വൈസ്. ഇനി പലർക്കും പലതായിരിക്കും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കാത്തവർ പലരും ഉണ്ടാവും. അത് ഓരോരുത്തരുടെ ഓരോ മൈൻഡ് സെറ്റ് ആണ്. ഇത് എന്റെ മൈൻഡ് സെറ്റ്. ഓക്കെ. എന്റെ ഫസ്റ്റ് ക്രഷ് ആരാണ്? അതിപ്പോ ഞാൻ അവിടെ പറഞ്ഞാലും ഒരു കുടുംബക്കാരുണ്ടാവും. നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? എന്റെ ഫസ്റ്റ് ക്രഷ് ഇവിടെ പറഞ്ഞാല് നാളെ വീഡിയോ ഇടാൻ ചാടില്ല. എന്തിനാ വെറുതെ? നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ട് ഒരു ചോദ്യമാണോ അത്? ഞാൻ കേറി വരുന്നുള്ളൂ. നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാണ്ട്. ഇപ്പൊ തന്നെ ഫസ്റ്റ് ക്രഷും പറഞ്ഞ് ഇതൊക്കെ കൊലക്ക് കൊടുക്കുക. ഓക്കെ. പിന്നുള്ള ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് എന്റെ യൂട്യൂബ് ജേർണിന്റെ എക്സ്പീരിയൻസ് പറയുമെന്ന് ചോദിച്ചിട്ടാണ്. സോറി ഗൈസ്, യൂട്യൂബ് ജേർണിന്റെ എക്സ്പീരിയൻസ് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഭയങ്കര പണിയാണ്. മീൻസ് ഒട്ടും സിമ്പിൾ. നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മളൊരു വീഡിയോ എടുത്ത് അതൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ഇട്ടാൽ സെറ്റാണ്. പക്ഷെ അല്ല, നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ കേട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടാണ് പോസ്റ്റ് ഇട്ടാൽ പോലെ എന്തിനാ ഇത്ര ലാഗ് ആക്കണത്? ഇപ്പോൾ എന്താണ് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടിയപ്പോൾ എനിക്ക് എന്താ പറയാ വീഡിയോ ഇടാതിരിക്കാൻ വല്ലതും തോന്നിയോ? അത് ഞാൻ അങ്ങനെ ആലോചിക്കും, ഇവരൊക്കെ എന്തിനാ അങ്ങനെ പറയണേ? കാരണം ഇതിന്റെ പിന്നിൽ വേറെയും കുറെ കാര്യമുണ്ട്. ഇപ്പൊ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മളത് കണ്ടുകൊണ്ട് വിചാരിക്കാം. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നും. അപ്പൊ നമ്മളത് ഇനിയും പോയിട്ട് എഡിറ്റ് ചെയ്യും. പക്ഷെ നമുക്ക് ചില സമയത്ത് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. എനിക്കാണെങ്കിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ട് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യില്ല. ഞാൻ കുറേ വട്ടം വീഡിയോ ഇരുന്ന് കണ്ടു എന്നിട്ടേ അത് പോസ്റ്റ് ചെയ്യുള്ളൂ.
അപ്പൊ ചില നേരത്ത് റേഞ്ചിന്റെ ഒക്കെ ഓരോ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഇത് ചില കാര്യങ്ങൾ അതിലൊന്നും ചെയ്യാൻ പറ്റുണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ ഭയങ്കര സീനുള്ള കാര്യങ്ങളാണ്. അതേപോലെ നമ്മൾ വിചാരിക്കുന്ന ഓരോ മ്യൂസിക് ആയാലും BGM ആയാലും അതൊന്നും അയക്കാണ്ട് അഡാപ്റ്റ് ആയിട്ട് കിട്ടില്ല. മെയിൻ ഇഷ്യൂ ആണ് കോപ്പിറൈറ്റ്. അത്രയും ഞാനൊക്കെ റീസെന്റ് കുറേ വീഡിയോസ് ഞാൻ ഇഷ്ടപ്പെട്ട് അതിന്റെ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് ആഡ് ആക്കിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഒന്നെങ്കിൽ ആ വീഡിയോ ബ്ലോക്ക് ആവും, അല്ലെങ്കിൽ ആ വീഡിയോക്ക് കോപ്പിറൈറ്റ് കിട്ടിയാൽ ചിലപ്പോൾ ഞാൻ ഒഴിവാക്കി വിടല. ഓക്കെ, കുഴപ്പമില്ല, കുറച്ച് പേരെങ്കിലും കാണും. പക്ഷെ ആ വീഡിയോക്ക് ഒരു ബ്ലോക്ക് കിട്ടുന്നുണ്ട്, ഒന്നും പറയാനില്ല. കാരണം അത്ര എഫേർട്ട് ആ വീഡിയോക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ വീഡിയോ ബ്ലോക്ക് ആകുമ്പോൾ അപ്പൊ എന്തി ബ്ലോക്ക് ആവണമെന്ന് അറിയോ? ആ പാട്ടിന്റെ പ്രശ്നമായിരിക്കും. പക്ഷെ ആ സ്ഥാനത്ത് വേറൊരു പാട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ രസം കിട്ടില്ല. അങ്ങനെ എത്ര വീഡിയോസിന്റെ ചാനലിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ കൺസിസ്റ്റൻസി ആണ് മെയിൻ ആയിട്ട്. കൺസിസ്റ്റൻസി ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉറപ്പാണ് അതിന് റിസൾട്ട് കിട്ടും. ഞാൻ ഇത് തുടങ്ങിയ സമയത്ത് ഭയങ്കര കൺസിസ്റ്റൻസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വാച്ച് അവർ 2000 വരെ ഒരു 2-3 മാസത്തിന്റെ ഉള്ളിലേക്ക് 2000 വാച്ച് അവർ സിമ്പിളായിട്ട് പോയിരുന്നതാണ്. പക്ഷെ എന്റെ കൺസിസ്റ്റൻസി ഉണ്ട് കുറഞ്ഞോടുകൂടി ഇതൊക്കെ ഇങ്ങനെ കുത്തനെ ആയി തുടങ്ങി. ഇപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനായാലും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്കായാലും മനസ്സിലാവും ഈ വാച്ച് അവർ കുറയണേന്റെ ഒരു പെയിന്. യൂട്യൂബ് നിർത്തി പോയാലോ വരെ നമുക്കൊരു ടൈം നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ അങ്ങനെ ചെയ്യരുത്, അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ഇപ്പൊ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഇഷ്ടപ്പെടാത്ത കുറേ പേരുണ്ട്. എന്താണ് ഈ നേരത്തെ പഠിച്ചാൽ പോരെ, ഇപ്പൊ ഇതിന് ചാനലൊക്കെ തുടങ്ങാൻ ടൈം മൊത്തം അതിക്ക് കളയണം എന്തിനാന്നൊക്കെ പറഞ്ഞ കുറേ പേരുണ്ട്. അതല്ല എന്തിനാണ് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പബ്ലിക് ആക്കണമെന്ന് ചോദിക്കണവരുണ്ട്. ഗൈസ്, എനിക്ക് എന്റെ ലൈഫ് ഡോക്യുമെന്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അപ്പൊ ഞാൻ അത് നോക്കിയാൽ പോരെ, മറ്റുള്ളവർ പറയേണ്ട കേൾക്കണ ആവശ്യം എനിക്കില്ല. ഞാൻ എന്റെ ലൈഫിൽ നടക്കണ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്റെ ഇഷ്ടമല്ലേ. അത് കാണാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ്, അത്രേ ഉള്ളൂ. അപ്പോൾ യൂട്യൂബ് ജേർണി എന്ന് പറഞ്ഞാൽ ഒട്ടും സിമ്പിൾ അല്ല. നമ്മൾ കുറച്ച് മെനക്കെട്ടാലേ അതിന് റിസൾട്ട് ഉണ്ടാവും. ഇപ്പൊ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. ബട്ട് ഇവിടെ കുറച്ച് അധികം എഫേർട്ട് നമ്മളുണ്ടാവും. പിന്നെ സ്വിച്ചിട്ട പോലെ ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ചാനൽ തുടങ്ങരുത്. അത് പലർക്കും പല തരത്തിലാണ്. ചിലവരുടെ ചാനൽ ഇട്ട് 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ മോണിറ്റൈസ്ഡ് ആവും, ചിലപ്പോൾ നല്ല വ്യൂവേഴ്സ് കയറും, നല്ല സബ്സ്ക്രൈബേഴ്സ് കൂടും. ചിലവർക്ക് പതുക്കെ പോകുള്ളൂ. പക്ഷെ അത് പതുക്കെ തന്നെ പോകുള്ളൂ എന്നല്ല, അവിടെ ഗ്രോത്ത് വരും. അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത വീഡിയോസ്. അപ്പൊ എന്റെ അക്കൗണ്ടിൽ തന്നെ നോക്കിയാൽ കാണാം, ഞാൻ ഒരു എഫേർട്ട് കൊടുക്കാതെ റാൻഡ് ആയിട്ടിട്ട് വീഡിയോസിന് ഭയങ്കര വ്യൂസ് ആയിരിക്കും. ആ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തിട്ടേനും ഒരു വ്യൂസും ഇല്ല. അതെന്താന്ന് ഞാനൊക്കെ ആലോചിക്കലുണ്ട്. സോ അങ്ങനെയൊക്കെയാണ്. നമുക്ക് ഇന്ന് തൊട്ടങ്ങോട്ട് നല്ല രീതിക്ക് കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോ ഇടണം എന്നാണ് എന്റെ ആഗ്രഹം. നടന്നാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, ചേച്ചി എന്തിനാണ് ഹെയർ കട്ട് ചെയ്തത്? ലോങ് ഹെയർ നല്ല രസമുണ്ടായിരുന്നു, ബട്ട് ഷോർട്ട് ആണെന്നുണ്ടെങ്കിലും രസമുണ്ട്. യു ആർ സോ ക്യൂട്ട്. താങ്ക് യു. ഓക്കെ, അപ്പോൾ മുടി മുറിച്ചതിന്റെ റീസൺ എന്താ വെച്ചാൽ കുറേ പേര് എനിക്ക് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ഞാൻ ലോങ് ഹെയർ കട്ട് ചെയ്യാനുള്ള റീസൺ, എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്കാണ് തലവേദന വരികയാണെങ്കിൽ വരും. ചെറിയ അളവിലൊന്നും വരലില്ല. അപ്പൊ ഇത് വരുന്ന സമയത്ത് എനിക്ക് തല വെട്ടിക്കളയാനാണ് തോന്നുന്നത്. അത് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മുടി വെട്ടിയത്. തല ഇങ്ങോട്ട് വേണ്ടാന്നൊരു തോന്നും. അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ്സിനൊക്കെ പോണ സമയത്താണെന്നെങ്കിൽ ഇപ്പൊ എപ്പോഴേക്ക് പോകുമ്പോഴായാലും, ഇപ്പൊ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഹെയർ എനിക്ക് അത്യാവശ്യം കുറച്ച് ലെങ്ത്തും ഉണ്ടായിരുന്നു, കട്ടിയുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് എപ്പോഴും ഇങ്ങനെ അഴിച്ചിട്ട് പോണത് പോസിബിൾ അല്ല. ഇപ്പോൾ പൊടിയൊക്കെ പാത്തായാലും മുടിയൊക്കെ കെട്ടി ഒടുങ്ങിയിട്ടൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചത് കെട്ടി വെക്കാൻ പറ്റില്ല, പോണിട്ടയിൽ കെട്ടാൻ പറ്റില്ല, എങ്ങനെ ഈ ഒരു സാധനത്തുമ്പോൾ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു സമയമായി തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, മുടി ലെങ്ത് കുറച്ചാല് ഇപ്പൊ ഇത്ര ആയാലും ഷോൾഡറിന് അടക്കം വരെ വെച്ച് കെട്ടി കഴിഞ്ഞാൽ എനിക്ക് ഹെയർ ഇതേപോലെ അയച്ചിടാലോ. അത് വിചാരിച്ചിട്ടാണ് ഞാൻ മുടി വെട്ടി. അപ്പോൾ മൈഗ്രെയിൻ ഭയങ്കര സീനാ ഗൈസ്. നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെന്താ മാറാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ളൂ എന്ന് എനിക്ക് പറഞ്ഞിരുന്നേ. എൻ്റെ അറിവിലുള്ള കുറേ സംഭവങ്ങൾ ഞാൻ ട്രൈ ആക്കി നോക്കിയെങ്കിലും ഒരു പ്രയോജനമില്ല. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എനിക്ക് ചില നേരത്തെ അത് യൂസ്ഫുൾ ആവലുണ്ട്. അത് നീ മൈഗ്രെയിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കിക്കോ. ഐസ് വാട്ടറിൽ തല കുറച്ചു നേരം ഇങ്ങനെ ഈ ഒരു ഭാഗം ഫുള്ള് ഡിപ്പ് ചെയ്തിട്ടാൽ പെയിൻ കുറച്ച് കുറയും. അതേപോലെ കണ്ണിന്റെ മേലെ ഐസ് വെച്ചാലും നല്ല ഇതുണ്ടാവും. പിന്നെ ഇപ്പൊ കുറെ ക്യാപ്പൊക്കെ ഉണ്ടല്ലോ, മൈഗ്രെയിൻ ക്യാപ്പ്, അതൊക്കെ ചില നേരത്തെ യൂസ്ഫുൾ ആണ് കേട്ടോ, അല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് രക്ഷയില്ല. ഓക്കെ, അപ്പോ കഴിഞ്ഞ ഗൈസ്, കംപ്ലീറ്റ്. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ എന്ന് ജെന്യുവൻ ആയിട്ട് പറയാൻ. അപ്പൊ ഈ വീഡിയോ എല്ലാവരും ഫുള്ള് കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് 101% ഉറപ്പാണ്. ഒന്നെങ്കിൽ ഫസ്റ്റത്തെ കുറച്ച് ഭാഗം കണ്ടിട്ട് പോകും. അല്ലാതെ എനിക്ക് ഇങ്ങനെ അടിച്ചടിച്ച് കാണും. നിങ്ങളെ തെറ്റു പറയാൻ പറ്റില്ല, ഞാനിങ്ങനെ വീഡിയോസ് കാണലുണ്ട്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലടാ, അത് നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇഷ്ടപ്പെട്ട് ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ
എന്താണെന്നുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാനുണ്ട്, അത് മറക്കരുത്. അപ്പൊ എന്തായാലും വീഡിയോ ബോറടിക്കാതെ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കണു. ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും കമന്റ്സിൽ പറയണം. അപ്പോൾ ഞാനത് കൂടുതൽ ഇമ്പ്രൂവ് ആക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യും, ഞാൻ എന്തായാലും കീപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് എന്തായാലും ഞാൻ തിരിച്ചതിന് ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും എന്നെ കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഞാൻ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് തരാൻ പറ്റുന്ന ഒരു വലിയ കാര്യം. അപ്പൊ ആ വീഡിയോസ് കണ്ട് നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ ബൈ. എന്തായാലും ഇത്രയും കണ്ടായല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോട്ടോ.